ദ ക്യൂവിൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റായിട്ടാണ് ടി.പി. ശാസ്തമംഗലം എന്ന വ്യക്തി നടത്തിയ ഒരു പരാമർശം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. പൊതുവെ കുറച്ച് പ്രായമായിട്ടുള്ള ആളുകളുടെയൊക്കെ ഒരു ശീലമാണ് പണ്ടത്തെ പാട്ടുകളൊക്കെയാണ് പാട്ടുകൾ, ഇപ്പോഴത്തെ പാട്ടുകളൊക്കെ എന്തിനു കൊള്ളാം എന്നുള്ള ഡയലോഗ്. ഏകദേശം അതൊക്കെ തന്നെയായിരുന്നു. പിന്നെ വാഴയിലെ വളരെ ഹിറ്റായിട്ടുള്ള ട്രാക്കിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം വരുന്നത്. അപ്പോൾ എന്താണിത് എന്നറിയണമല്ലോ. നമ്മൾ ഈ പോസ്റ്റിൽ എഴുതിയിരിക്കുന്ന മാത്രം വായിച്ചാൽ പോരാ, അദ്ദേഹം അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞത്, എങ്ങനെയാണ് അവതരിപ്പിച്ചത്, ഇതൊക്കെ കൂടി മനസ്സിലാക്കിയിട്ട് വേണമല്ലോ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ. അങ്ങനെ ഞാൻ ആ പ്രസംഗം മുഴുവനായിട്ടിരുന്ന് കണ്ടു. പ്രസംഗം കണ്ടു തുടങ്ങുന്ന സമയത്ത് എൻ്റെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പറയണം എന്നെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ആ എൻ്റെ പ്രസംഗം കേട്ട് കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ളത് 5 പൈസയുടെ ബഹുമാനം ഇല്ലാതെ, മനസ്സിലില്ലാതെ തന്നെയാണ് പറയുന്നത്. നിങ്ങൾ വിനായക് ശശികുമാർ എന്ന വ്യക്തിയോട്, ഗാനരചയിതാവിനോട് മാപ്പ് പറയണം. മാമനെ വധിച്ചവനെ കംസവധം നമ്മളൊക്കെ കംസവധം എന്ന് പഠിച്ചിട്ടുണ്ട്. ഈ റാസ്കൽ മാമൻ, തിരുവനന്തപുരത്തുകാർ മാത്രമേ മാമൻ എന്ന് പറയൂ. അച്ഛൻ്റെ സഹോദരിയുടെ ഭർത്താവിനെയും അമ്മയുടെ സഹോദരനെയും മാമൻ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുകാർ മാത്രമാണ്. കംസൻ കൃഷ്ണന്റെ മാമനാണ്. അപ്പൊ ഗുരുവായൂരപ്പൻ ഗുരുവായൂരിൽ നിന്ന് നേരെ ഇഞ്ഞ് സിറാജ് വഞ്ഞാറമൂടിന്റെ സ്ഥലത്ത് വന്ന് താമസമാക്കി എന്ന് തോന്നും ഈ പാട്ട് കേൾക്കും. ദാറ്റ്സ് സോ ചീപ്പ്. നിങ്ങൾ എത്തി നിൽക്കുന്ന, കയറിയിരിക്കുന്ന ഉയരങ്ങൾ എന്തു തന്നെയാണെങ്കിലും വളരെ വളരെ മ്ലേച്ഛം എന്നൊക്കെ പറയാൻ തോന്നുന്ന ഒരു കാര്യമാണത്. ഇനി നമുക്ക് പ്രസംഗത്തിലേക്ക് ഇൻ ഡെപ്ത് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് തന്ത വൈബിനെ കുറിച്ച് ഒന്ന് പറയണമെന്നുണ്ട്. ഇതിനു മുമ്പ് നമ്മുടെ സലീം കുമാർ, അതുപോലെ ജോസഫ് അന്നൻകുട്ടി ജോസൊക്കെ തന്ത വൈബ് എന്ന് പറയുന്ന ടേമിനെ കുറിച്ച് പറഞ്ഞത് എനിക്ക് കുറച്ച് ആൾക്കാർ റീലൊക്കെ വന്നപ്പോൾ ഫോർവേഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഒരു കണക്ട് ചെയ്ത് സംസാരിക്കാനുള്ള അത്രയും വിഷയം അതിലുണ്ടോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. തന്ത വൈബ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് 2 തരത്തിലാണ്. അല്ലെങ്കിൽ തന്ത വൈബ് എന്ന് വാക്ക് ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ കേൾക്കുന്ന ആളുകൾ അത് 2 രീതിയിലാണ് കേൾക്കേണ്ടി വരിക. ഒന്നെന്ന് പറയുന്നത്, നമുക്ക് കുറച്ച് പ്രായമൊക്കെ ആവുമല്ലോ, ഒരു 30, 40 ആകുമ്പോഴേക്കും നമ്മൾ കുറേയും കൂടി പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ ആരംഭിക്കും. എന്ന് വെച്ചാൽ ഒരു റിസ്ക് എടുക്കുന്ന കാര്യമാണെങ്കിൽ നമ്മൾ പ്ലാൻഡ് ആയിട്ട് റിസ്ക് എടുക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 10,000 രൂപ കിട്ടി, നമ്മളൊരു 18-20 വയസ്സിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വാമച്ച് അടിച്ചു പൊളിക്കാൻ ട്രിപ്പ് അടിക്കാം എന്ന് ചിലപ്പോൾ ആലോചിക്കും. പക്ഷേ ഒരു 30 കഴിഞ്ഞ് നിൽക്കുന്ന ആൾ ആലോചിക്കുക, ഈ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ട് അതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഇത്രയും ലാഭം ഉണ്ടാക്കി തരും, അപ്പോൾ ഇത്രയും ഇൻട്രസ്റ്റ് അവിടെ കുറയും, ആ പൈസ എനിക്ക് ലാഭിക്കാം, അതും കൂടി വെക്കുമ്പോൾ കുറച്ച് ഓഫർ വരും, അപ്പോൾ നമുക്ക് ട്രിപ്പ് പോകാം എന്ന് പറയുന്ന പോലെ അത്രയും കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും ചില റിസ്ക്കുകൾ എടുക്കുക. അതുപോലെ ഇപ്പോൾ ഡൽഹി പോകണമെന്നൊരു തീരുമാനം വന്നു. സാധാരണയൊക്കെയാണ് നമ്മൾ ബൈക്ക് എടുത്ത് വാമച്ച പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു ഫുൾ ബൈക്ക് ട്രിപ്പ് അടിച്ചെന്ന് വരും, അല്ലെങ്കിൽ ട്രെയിനിൽ വലിഞ്ഞു കയറി എങ്ങനെയെങ്കിലുമൊക്കെ പോയിന്ന് വരും. പക്ഷേ ഒരു 30, 40 കഴിയുമ്പോൾ, വിവാഹം കഴിച്ച് കുട്ടികളൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ തുടങ്ങും. അവിടെ എന്താണ് വെതർ കണ്ടീഷൻ, അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടോ, ടിക്കറ്റ് കൃത്യമായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടോ, യാത്ര നല്ലതാണോ, ട്രെയിനിൻ്റെ റേറ്റിംഗ് എങ്ങനെയുണ്ട്, ഇതൊക്കെ നമ്മൾ നോക്കാൻ തുടങ്ങും. ഇതിനെ പക്വതയെന്നോ പാകതയെന്നോ അല്ലെങ്കിൽ കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കുന്ന ഒരു സെൻസിബിലിറ്റി എന്നൊക്കെ വിളിക്കുന്നതിന് പകരം തന്ത വൈബ് എന്ന് റെഫർ ചെയ്യുന്ന പറയാനുള്ളത്, സാരമില്ല, കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാവും. രണ്ടാമത്തെ ഒന്നുണ്ട്, അതാണ് ആക്ച്വലി തന്ത വൈബ് എന്ന് വിളിക്കേണ്ട തന്ത വൈബ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് ഞങ്ങളുടെ കാലമൊക്കെയാണ് കാലം, ഇപ്പോഴത്തെ കാലമൊക്കെ എന്തിനു കൊള്ളാം എന്ന രീതിയിൽ റെഫർ ചെയ്യുന്ന, അതായത് ഞാനീ പറയുന്നത് ഒരു 30-40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളൊന്നും അല്ല കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ഒരു 24 വയസ്സുള്ള വ്യക്തിയാണെന്ന് വിചാരിക്കും. എന്നിട്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ കാണിക്കുന്ന എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോൾ, നമ്മളൊക്കെ 10ൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താ ഈ പിള്ളേരൊക്കെ എന്താ ഈ കാണിക്കുന്നത്, അവർക്ക് എന്തെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്ത വൈബാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ അവരുടെ തന്ത കളിക്കുകയാണ്. വയസ്സായ ഒരു അപ്പൻ എന്നുള്ള രീതിയിലാട്ടോ ഈ തന്ത എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലമായിരുന്നു കുട്ടിക്കാലം, ഞങ്ങളുടെയൊക്കെ ഓണമായിരുന്നു ഓണം, ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തുണ്ട്, ഇപ്പോഴത്തെ പിള്ളേർക്കും ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇതിനും അപ്പുറത്തേക്ക് വേറെയും പല കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞൊരു ഉദാഹരണത്തിലേക്ക് വരികയാണെങ്കിൽ, നിങ്ങളുടെ ഒരു 24-ാമത്തെയോ 25-ാമത്തെയോ പോട്ടെ ഒരു 40-ാമത്തെയോ വയസ്സിലിരുന്നിട്ട് ഇന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ കാണിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ ജഡ്ജ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്കൊരു ധാരണയുമില്ലാത്ത, നിങ്ങൾ ജീവിച്ചിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന, പ്രായമല്ല പറയുന്നത്, സാഹചര്യത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട്, നിങ്ങളുടെ ആ ഒരു ചെറിയ അറിവ് മാത്രം വെച്ചുകൊണ്ട് ജഡ്ജ് ചെയ്യാൻ നിൽക്കുന്നത് വളരെ മോശം പ്രവണതയാണ്. ആ സാഹചര്യത്തിൽ നിങ്ങളായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്തേനെ എന്ന് പറയാൻ നിങ്ങൾ ആ സാഹചര്യത്തിൽ ജീവിച്ചിട്ടില്ല, നിങ്ങൾക്കതറിയില്ല. നിങ്ങളുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലാത്ത എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ സംശയത്തോടെ തന്നെ നോക്കിക്കാണും. പണ്ടത്തെ അച്ഛനമ്മമാരുടെ ഏറ്റവും വലിയ പേടി മക്കൾ TV കണ്ട് വഷളായി പോകും, മോശമായി പോകും എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്നത്തെ അച്ഛനമ്മമാരുടെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വഴിതെറ്റിപ്പോകും എന്നുള്ളതാണ്. പക്ഷേ അടുത്ത ജനറേഷനിലെ അച്ഛനമ്മമാരുടെ പേടി TV കണ്ടാലും മൊബൈൽ കണ്ടാലും ഒന്നും കുഴപ്പമില്ല, ഈ AI ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിള്ളേർ വഷളായി പോകില്ലേ
എന്ന് പറയുന്ന ഒരു രീതിയിലാണ്. ഈ കാലഘട്ടം മാറുന്നതനുസരിച്ച് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിലെന്തോ ഒരു അസ്വാഭാവികത ഫീൽ ചെയ്യും, അല്ലെങ്കിൽ എന്തോ അപകടം വരാനിരിപ്പുണ്ട് എന്നൊരു തോന്നലുണ്ടാകും. അതൊരു തെറ്റുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ അത് മുന്നിൽ കണ്ടുകൊണ്ട് അടുത്ത ജനറേഷനെ വിലയിരുത്താൻ പോകരുത്, പുച്ഛിക്കാൻ പോകരുത്. ഒരല്പമെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഞാൻ അതിനെയാണ് തന്ത വൈബ് എന്ന് വിളിക്കുന്നത്. ഇനി TP ശാസ്തമംഗലം എന്ന വ്യക്തി നടത്തിയ പ്രസംഗം മുഴുവനായി കേട്ടു നോക്കുമ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ തന്ത വൈബ് തന്നെയാണ്. അദ്ദേഹം ഭാസ്കര മാഷിനെ കുറിച്ച് ഒരുപാട് വാചാലനാവുന്നുണ്ട്. എനിക്ക് ആ ഒരു പ്രസംഗം മുഴുവൻ കേട്ടപ്പോൾ തോന്നിയത്, ഇപ്പോൾ കുറച്ച് പാട്ടുകളെടുത്ത് എൻ്റെ മുന്നിലേക്ക് തന്നിട്ട് ഇതങ്ങ് കോർത്തിണക്കി എഴുതിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരാൾക്ക്, അതായത് ഒരു മിനിമം മലയാളത്തെക്കുറിച്ച് ധാരണയുള്ള ഒരാൾക്ക് പറയാവുന്ന കാര്യങ്ങളെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുള്ളൂ. അല്ലാതെ ഇന്നുവരെ ആരും കണ്ടെത്തിയിട്ടില്ലാത്ത ഭാസ്കര മാഷിൻ്റെ വരികൾക്കുള്ളിലൂടെയുള്ള യാത്രയുടെ ഒരു സമഗ്ര വിശകലനമൊന്നും ആ പ്രസംഗത്തിലില്ല. ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടാവും കേട്ടോ, ഞാൻ വായിച്ചിട്ടില്ല. ആ പ്രസംഗത്തിൽ ഈ പറയുന്ന പരിപാടിയൊന്നുമില്ല. 1-2 പാട്ടുകൾ എടുത്തു വെച്ച് അതിൻ്റെ വരികളിലെ വളരെ പെരിഫറലായിട്ടുള്ള അർത്ഥങ്ങളെ അതുപോലെ തന്നെ പറഞ്ഞു കേൾപ്പിക്കുന്നു എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് ഭാസ്കര മാഷ് എന്ന് പറയുന്നത് ഒരാഴ്ച മുഴുവൻ നമ്മളിരുന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്രയും ഗംഭീരമായ വരികൾ എഴുതിയിട്ടുള്ള, അത്രയും ഗംഭീരമായ മലയാളം സിനിമ സംഗീത ശാഖയെ വളർത്തി വലുതാക്കിയിട്ടുള്ള ഒരു വൻമരം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അല്ലെങ്കിൽ അതുക്കും മേലെ എന്തെങ്കിലും ആണെങ്കിൽ അതാണ് ഭാസ്കര മാഷ്. ഭാസ്കര മാഷിനെ കുറിച്ച് BK ഹരിനാരായണൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ എടുത്തപ്പോൾ, ഞാൻ റെഡ് FM വർക്ക് ചെയ്യുമ്പോൾ ഒരു ഇൻ്റർവ്യൂ എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഉപമയുണ്ട്. അത് ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട്. ഏറ്റവും സിമ്പിളായി ഭാസ്കര മാഷിനെ കുറിച്ച് പറയാവുന്ന, കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്നൊരു ഉദാഹരണം അതാണ്. അതായത് പണ്ട് ഈ അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ നമ്മൾ ഉത്സവ സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ ചായ കുടിക്കാനുള്ള സെറ്റപ്പുകളുണ്ടാവും. അവിടെ ഈ ചില്ല് ഗ്ലാസ്സുള്ള ഷെൽഫ് ഉണ്ടാവും. അതിനകത്ത് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ സാധാരണ കഴിക്കുന്ന പലഹാരങ്ങളൊക്കെ തന്നെയാണ് വെച്ചിട്ടുണ്ടാവുക. പക്ഷേ ഈ ലൈറ്റും കൂടി ചേരുമ്പോൾ ആ പലഹാരത്തിനൊരു പ്രത്യേക ഭംഗി വരും. ആ ഭംഗി വേണമെങ്കിൽ ഒരു 5 രൂപ 10 രൂപ കൊടുത്താൽ നമുക്ക് വാങ്ങിച്ച് നമ്മുടെ കയ്യിൽ വെക്കാം. എന്നുവെച്ചാൽ ആ ചില്ല് പാത്രത്തിലിരിക്കുന്ന ആഹാര സാധനം നിങ്ങളുടെ കയ്യിൽ വരും, നിങ്ങൾക്കത് കഴിക്കുകയും ചെയ്യാം. പക്ഷേ നിങ്ങളുടെ കയ്യിലിരിക്കുന്നതും ചില്ല് പാത്രത്തിനകത്തിരിക്കുന്നതും ഒരേ പലഹാരമാണെങ്കിലും ചില്ല് പാത്രത്തിലിരിക്കുന്ന പലഹാരത്തിന് ഒരു പ്രത്യേക ആകർഷണീയതയുണ്ട്. നമ്മളതിങ്ങനെ നോക്കി നിൽക്കും, നമുക്ക് കൊതി വരും, നമുക്കത് വേണമെന്ന് തോന്നും. അതേ സാധനം കയ്യിലിരുന്നാലും പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ അതിനെന്തോ ഒരു ഭംഗി. അങ്ങനെയാണ് മലയാള ഭാഷയെ ഭാസ്കര മാഷ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകൾ, ഒരു പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അതിനെ ഏറ്റവും മനോഹരമായി കോർത്തിണക്കിക്കൊണ്ട് വരികൾ ഒരുക്കിയിട്ടുള്ള ആളാണ് ഭാസ്കര മാഷ്. ഞാൻ പഴയ പാട്ടുകളെക്കുറിച്ചുള്ള ഒരു റേഡിയോ ഷോ ചെയ്ത സമയത്ത് ഭാസ്കര മാഷിൻ്റെ പാട്ടുകളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു തീർക്കാൻ സമയമില്ല. എന്നുവെച്ചാൽ കുറച്ച് സമയം എനിക്ക് കിട്ടുന്നുള്ളൂ റേഡിയോയിൽ സംസാരിക്കാൻ. അതിനിടയിൽ എന്തൊക്കെ പറയണം, എത്ര മനോഹരമായിട്ട് അതിനെയൊക്കെ വർണ്ണിക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ മലയാളത്തിൻ്റേതല്ലാത്ത ട്യൂണിലും വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത്രയൊന്നും രസമല്ലാത്ത, കാരണം അക്കാലത്ത് പാട്ടുകളാണെങ്കിലും ഹിന്ദിയിലോ മറ്റു ഭാഷയിലൊക്കെയുള്ള പാട്ടുകൾ ഇങ്ങോട്ട് അതേ ട്യൂൺ എടുത്തിട്ട് മലയാളത്തിൽ എങ്ങനെയെങ്കിലും വാക്കുകളൊക്കെ കോർത്തിണക്കി അവതരിപ്പിക്കുക, അത് അത്ര ഒരു തനതായത് നമുക്ക് വിളിക്കാൻ പറ്റാത്ത അത്ര സുഖമില്ലാത്തൊരു പരിപാടിയായിരുന്നു. പക്ഷേ ഭാസ്കര മാഷിൻ്റെ വരവോടുകൂടി മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്കുണ്ടായ മാറ്റം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ പാട്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങി, നമ്മുടെ വരികൾ ഉണ്ടാക്കാൻ തുടങ്ങി. അതിൽ TP ശാസ്തമംഗലം എടുത്തു പറയുന്നൊരു ഉദാഹരണം കിനാക്കൾ എന്ന് പറയുന്ന, കിനാവ് എന്ന് പറയുന്ന ആ ഒരു വാക്കിനെ കൊണ്ടുവരാൻ ഭാസ്കര മാഷ് കാണിച്ചിട്ടുള്ള തൻ്റെ ഇടത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മാടത്തിൻ മണിവിളക്കെ എന്ന് എഴുതാൻ കാണിച്ച ധൈര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നാഴിയൂരിപ്പാല് കൊണ്ട് നാടാകെ കല്യാണം, അല്ലെങ്കിൽ നാഴി ഇടങ്ങഴി മണ്ണുണ്ട്. ഈ നാഴി എന്ന് പറയുന്ന അളവിനെയൊക്കെ ഉപയോഗിച്ചതിനെ കുറിച്ച് TP ശാസ്തമംഗലം പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് അത്രമേൽ ഗംഭീരമാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ സംസ്കൃതത്തിൻ്റെ ഒരു ചായ്വിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഇതര ഭാഷകളിൽ നിന്ന് വരുന്ന പാട്ടുകൾ, അതിൻ്റെയൊക്കെ ഒരു അവതരണം എന്നുള്ളതിനപ്പുറത്തേക്ക് സാമാന്യരായിട്ടുള്ള മനുഷ്യരുടെ, അതായത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ അവരുടെ ജീവിത ശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെയൊക്കെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ സുന്ദരമായി ഇങ്ങനെ മുത്തുകളൊക്കെ കോർത്തിടുന്നത് പോലെ ഭാസ്കര മാഷ് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ കൃതികളുണ്ടായിട്ടുള്ള കാലം, ദേശം, ഭാഷ, ഈ 3 കാര്യങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് നമ്മളതിനെ നോക്കേണ്ടത്. ആ കാലഘട്ടത്തിനോട് നീതി പുലർത്തിയിരുന്ന ആ ദേശത്തോട്, അവിടുത്തെ ജനങ്ങളോട്, അവരുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഭാഷയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഏറ്റവും മനോഹരമായ ഗാനങ്ങൾ അദ്ദേഹം ഒരുക്കി. അതിൽ പല പാട്ടുകളും ഈ പറയുന്ന കാലത്തിനും ദേശത്തിനും ഭാഷയ്ക്കും ഒക്കെ അപ്പുറം ജീവിക്കാൻ കെൽപ്പുള്ളതായിരുന്നു. അങ്ങനെയുള്ള പാട്ടുകൾ അതിന് ശേഷവും ഒക്കെ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനോടൊപ്പം TP ശാസ്തമംഗലം ഒരു പാട്ടിനെ കുറിച്ച് കൂടി പറയുന്നുണ്ട്. വെളുക്കുമ്പോൾ കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ വേലിക്കൽ നിന്നവനെ എന്ന് തുടങ്ങുന്ന വരിയാണ്. അതവിടെ നിൽക്കട്ടെ, അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷേ അവിടെ നിന്ന് അദ്ദേഹം നേരെ പോകുന്നത് ഇന്നത്തെ പാട്ടുകളൊക്കെ കേൾക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ അരോചകമായിട്ടുള്ളൊരു കാര്യം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത്. വാഴ എന്ന സിനിമയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അതിൻ്റെ കൂടെ ബയോപിക്
എപ്പിക് ഓഫ് ബില്യൺ ബോയ്സ് എന്നൊക്കെ എഴുതിയത്, അത്രയും കോടിക്കണക്കായ ആൺകുട്ടികളുടെ ജീവിതം എന്നൊക്കെ പറയുന്നത് ഒരു പുച്ഛത്തോടു കൂടി അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. സിനിമയാണ്, പലരും പല രീതിയിലായിരിക്കും അതിനെ കൺസീവ് ചെയ്യുക, അങ്ങനെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ എല്ലാവർക്കും ഉണ്ട്. എന്നിട്ട് പറയുന്നത് ഹേയ് ബനാനെ ഒരു പൂ തരാമോ, ഹേയ് ബനാനെ ഒരു കായ് തരാമോ എന്ന വരി എഴുതാൻ ഭാസ്കരൻ മാഷിനെ പോലൊരു കവിയെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് വേണോ നമുക്കറിയാൻ? ആ വരി എഴുതാൻ നമുക്ക് ഭാസ്കരൻ മാഷിനെ വേണ്ട. ഇന്ന് നമ്മൾ കാണുന്ന ഇന്നത്തെ ജനറേഷനോട് ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന പാട്ടുകൾ എഴുതാൻ ഭാസ്കരൻ മാഷിനെ ഇന്നിവിടെ കൊണ്ടുവന്ന് അപഹാസ്യനാക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ കാലത്ത് ചെയ്തു തീർക്കാവുന്ന ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ടാണ് പോയത്. അതിൻ്റെ പേരിലാണ് അദ്ദേഹം ഇന്ന് സ്മരിക്കപ്പെടുന്നത്. ആ പാട്ടുകളും ആ വരികളും അതേ കാര്യങ്ങളൊന്നും അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ചെയ്യില്ല. അദ്ദേഹം ഹേയ് ബനാനെ ഒരു പൂ തരാമോ എന്ന് എഴുതുമോ എന്നെനിക്കറിയില്ല. പക്ഷേ ഇന്നത്തെ കാലത്തിന് അനുയോജ്യമായ വരികൾ ഒരു പക്ഷേ എഴുതിയേക്കുമായിരുന്നു. അപ്പോൾ ഇത് എഴുതാൻ ഇവിടെ വിനായക് ശശികുമാർ ഉണ്ട്, വേറെയും കുറേ ആളുകളുണ്ട്. എനിക്ക് ഈ പ്രസംഗം മുഴുവൻ കേട്ടപ്പോൾ തോന്നിയത് വിനായക് ശശികുമാറിനോട് എന്തോ ദേഷ്യമുണ്ട് എന്നുള്ളതാണ്. കാരണം പുച്ഛിച്ചിട്ടുള്ള 2 പ്രധാന പാട്ടുകളും വിനായക് ശശികുമാർ എഴുതിയതാണ്. എനിക്ക് വിനായകനെ വിളിച്ചു ചോദിച്ചാൽ കൊള്ളാമെന്ന് പോലും തോന്നിപ്പോയി. ഈ ടി പി ശാസ്ത്രമംഗലം ഇരിക്കുന്ന ഏതെങ്കിലും കസേരയുടെ സൈഡിൽ കൂടി പോയപ്പോൾ വേണ്ടത്ര ബഹുമാനം കൊടുക്കാതെ നിങ്ങൾ പാസ് ചെയ്ത് പോയോ? അതിൻ്റെ ദേഷ്യമാണോ ഈ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് തിരിച്ചു വരാം. ഹേയ് ബനാനെ ഒരു പൂ തരാമോ എന്നൊക്കെ എഴുതാൻ ഏതൊരു നഴ്സറി കുട്ടിക്കും പറ്റും എന്നുള്ളതാണ്. ഇതിനൊക്കെ എന്താ പറയേണ്ടത്? ഈ പാട്ടുകൾ എഴുതുന്നത് സിനിമയ്ക്ക് വേണ്ടിയാണ്. സിനിമയിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് വേണ്ടി എഴുതപ്പെടുന്നതാണ്. നമ്മൾ ഈ പറയുന്ന കാവ്യാത്മകമായി എഴുതപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ എന്ന് പറഞ്ഞ് ഇവരൊക്കെ പറയുന്ന പാട്ടുകളുണ്ടല്ലോ, ഇതിനും അപ്പുറത്ത് വളരെ ഹിറ്റായിട്ടുള്ള വേറെയും ഗാനങ്ങൾ ഭാസ്കരൻ മാഷിൻ്റേതടക്കം തൂലികകളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. കേളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് 100ൻ്റെ നോട്ട് കൊണ്ട് ആറാട്ട്. ഇതിലെവിടെയാണ് കവിത ഇരിക്കുന്നത്? കണ്ണാണെ നീ എന്നെ കെട്ടിയില്ലെങ്കിലോ കണ്ണീരിലാണ് എൻ്റെ നീരാട്ട്. ഇതൊരു 10-18 വയസ്സുള്ള ഏതെങ്കിലും ഒരു പയ്യന് എഴുതാവുന്നതല്ലേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. ശരിയാണ്, ഹേയ് ബനാനെ ഒരു പൂ തരാമോ ഒരു നഴ്സറി കുട്ടിക്ക് എഴുതാം. പക്ഷേ നഴ്സറി കുട്ടി അത് എഴുതില്ല. ആ വാക്കുകളെ, അവരൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പുതിയ ജനറേഷൻ്റെ വാക്കുകളെ അതിനെ കൊരുത്ത് ഒരു വരിയാക്കി മാറ്റാൻ ഇവിടെ ഒരു ഗാനരചയിതാവിൻ്റെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ടി പി ശാസ്ത്രമംഗലം പോലും ഒരു വലിയ ഗാനരചയിതാവ് ആകുമായിരുന്നില്ലേ? നിങ്ങൾക്കും അറിയാമല്ലോ വാക്കുകൾ, എനിക്കും അറിയാമല്ലോ കുറേ വാക്കുകൾ ഒരുപാട് അറിയാവുന്നതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ സംഭാഷണ ശൈലി ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള പാട്ട് എഴുതാൻ പറ്റും എന്നില്ല. വാക്കുകളെ അടുക്കി പെറുക്കി വെക്കുക എന്ന് പറയുന്നത് അതൊരു കഴിവാണ്. അത് അയാൾക്കുള്ളത് സൂപ്പറാണ്, ഇയാൾക്കുള്ളത് ഒരുമാതിരി കുറഞ്ഞതാണ് എന്നൊക്കെ പറയുന്നത് ഒരു നിരൂപകൻ പറയേണ്ടതല്ല എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ ഇവിടെ ഈ പ്രസംഗത്തിൻ്റെ ലക്ഷ്യം ഒരു നിരൂപണമൊന്നും ആയിരുന്നില്ല. ഭാസ്കരൻ മാഷിനെ കുറച്ച് കയറ്റി വെക്കാൻ വേണ്ടിയിട്ട് അറിഞ്ഞുകൊണ്ട് പാട്ടുകളെ പുച്ഛിക്കാനുള്ളൊരു ശ്രമമായിരുന്നു. മാത്രമല്ല ഇതിലെല്ലാം ഈ കുറ്റപ്പെടുത്തി പറയുന്നത് മുഴുവൻ പോപ്പുലറായിട്ടുള്ള പാട്ടുകളാണ്. പുതിയ മലയാള ചലച്ചിത്ര ഗാനങ്ങളുടെ അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു അവലോകനമാണ് ഇദ്ദേഹം നടത്തിയതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കുറച്ച് ഹിറ്റായ പാട്ടുകളൊക്കെ കേട്ട് നോക്കിയപ്പോൾ എന്താ ഇത് എന്ന് തോന്നുന്ന ഒരു വൈബ്, അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരുന്നു ഇത്. പണ്ടെങ്ങാണ്ടോ ആരോ വാഴ വെച്ചു, എന്തൊരു വികലമാണിത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വ്യസനിക്കുകയാണ്. എനിക്ക് ആ സമയത്ത് തോന്നിയത്, വെളുക്കുമ്പോൾ കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ വേലിക്കൽ നിന്നവനെ, ഒരു പെൺകുട്ടിയുടെ, അതായത് ഈ ഭാസ്കരൻ മാഷിൻ്റെ പാട്ടുകൾ എടുത്ത് നോക്കിയാൽ ഈ കുളക്കടവിലേക്ക് പോകുന്ന, അദ്ദേഹത്തിൻ്റെ മാത്രമല്ല കേട്ടോ, പഴയ പല പാട്ടുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കുളക്കടവിലേക്ക് പോകുന്ന അല്ലെങ്കിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന യൗവനയുക്തയായ സ്ത്രീ, അവരെ നോക്കി നിൽക്കുന്ന പുരുഷൻ എന്നൊക്കെ പറയുന്നത് എന്തോ പ്രണയത്തിൻ്റെ വലിയ എക്സ്പ്രഷൻ പോലെയൊക്കെ അവതരിപ്പിച്ച് കാണുന്നുണ്ട്. കുളിസിയും കാണാൻ പോവുകയാണ്, വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല അതിന് എന്ന് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞൂടെ. ഒരു സ്ത്രീയുടെ പ്രൈവസിയെ മാനിക്കാതെ അവർ കുളിക്കുന്ന വഴിയിലും കുളക്കടവിലും ഒക്കെ വായി നോക്കി നിന്നിട്ട് നീ എന്തൊരു സുന്ദരിയാ, അയ്യോ എനിക്ക് നാണം വരുന്നു എന്നൊക്കെ എഴുതി വെക്കുന്നത് ഇത്ര വലിയ കാര്യമാണോ എന്ന് വേണമെങ്കിൽ നമുക്ക് പുച്ഛിക്കാം. പക്ഷെ അവിടെ നമ്മൾ കണക്കിലെടുക്കുന്നത് കാലമാണ്. ആ കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടിയെ അടുത്ത് കാണാൻ ഒരു പയ്യന് കിട്ടുന്ന അവസരം എന്ന് പറയുന്നത് അവൾ കുളിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുമ്പോഴോ കടയിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ തുണി അലക്കാൻ പോകുമ്പോഴോ ഒക്കെയാണ്. കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ എന്ന് പറയുന്ന പാട്ട് വരുന്നത് അങ്ങനെയാണ്. ഈ കുളവും കായലും പുഴയും ഒക്കെ ഉള്ളൂ. ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് അതിനെ നോക്കുമ്പോഴാണ് അതിലെ ഈ പറയുന്ന വൈകല്യം എന്നുള്ളതിനപ്പുറത്തേക്ക് 2 പേർക്കിടയിൽ ഉണ്ടായിരുന്ന, അവരങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു സമ്മതം എന്ന രീതിയിൽ പോകുന്ന ഒരു കാര്യമായിട്ട് നമ്മളതിനെ കാണുന്നു. അങ്ങനെ നോക്കി കാണുമ്പോൾ അതിൻ്റെ സൗന്ദര്യത്തെ നമ്മൾ ആസ്വദിക്കുന്നു. അവിടെ അത് ആസ്വദിക്കാൻ പോയിട്ട് ഇവിടെ ഇത് പറ്റൂല എന്ന് പറയുന്നിടത്താണ് ഇത് പ്രശ്നമാകുന്നത്. പണ്ടെങ്ങാണ്ടോ ആരോ വാഴ വെച്ച് ഈ എൻറ്റയർ സിനിമ ഒന്ന് കണ്ടു നോക്കിയാൽ, അദ്ദേഹം ഈ അടുത്ത കാലത്ത് കണ്ടു എന്ന് പറഞ്ഞിട്ട് പറയുന്ന സിനിമ മണിയറയിൽ അശോകനാണ്. അതിറങ്ങിയിട്ട് 3 കൊല്ലോ എന്തോ ആയിന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഒരുപാട് ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം 2 കൊല്ലം മുമ്പ് ഇറക്കാൻ വെച്ച പടങ്ങളൊക്കെ ഇപ്പോൾ തിയേറ്ററിൽ വരുമ്പോൾ നമുക്ക് അത്രയും ഔട്ട്ഡേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത്രയും പഴയ സിനിമകൾ കണ്ടുകൊണ്ട് പുതിയ സിനിമകളെ വിലയിരുത്തരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ. ആദ്യം നമ്മൾ സിനിമ കാണണം. ഈ സിനിമാ പാട്ടുകളെ വിമർശിക്കുമ്പോഴുള്ളൊരു പ്രശ്നം എവിടെ ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമാ പാട്ട് സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കപ്പെടുന്നതാണ്. നമ്മൾ ആദ്യം ഗാനരചയിതാവിൻ്റെ കുരവള്ളിക്ക് പിടിക്കുന്നതിന് പകരം ആദ്യം
ആ സിനിമ എങ്ങനെയാണ് ഉണ്ടായത്, ആ സിനിമയിലെ കഥാപാത്രം എന്താണ്, അതിൻ്റെ കഥാസന്ദർഭം എന്താണ് ആ പാട്ട് വരുന്നതിൻ്റെ, അതിനോട് ചേർന്നാണോ ഈ പാട്ടുള്ളത് എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ ചോദ്യം. സിനിമാ പാട്ട് കവിയുടെ മറ്റേ കാവ്യഭാവന തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള മേഖലയൊന്നുമല്ല. ആ സിനിമയെ, ആ സിറ്റുവേഷനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ നിങ്ങൾക്ക് കവിത എഴുതണമെങ്കിൽ നിങ്ങൾക്ക് കവിത എഴുതാം, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മ്യൂസിക് ചെയ്യാം, അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ഗംഭീരമായിട്ടുള്ള പാട്ടുകളും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ ഗാന നിരൂപകർ കാണില്ല, കാരണം അത് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുള്ള പണിയാണ്. ഈ സിനിമ പാട്ടാകുമ്പോൾ പോപ്പുലർ ആവുന്ന 2 പാട്ട് എടുത്തിട്ട് കുറ്റം പറഞ്ഞാൽ മതിയല്ലോ. വാഴ എന്ന് പറയുന്ന സിനിമയിൽ നിന്നുണ്ടാക്കിയ സമയത്ത് ഒരു വാഴ വെച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന അപ്പന്മാരുടെ കൂടെ ജീവിക്കേണ്ടി വരുന്ന പയ്യന്മാരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നീ ഒരു വാഴയായി പോയലടാ എന്നൊക്കെ ചോദിക്കുന്ന കൂട്ടുകാരുടെ ഒരു ലോകമാണ്. അവരുടെ ലോകത്ത് നിന്നുകൊണ്ട്, അവരുടെ കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പാട്ടാണത്. അപ്പോൾ അവിടെ വാഴയെന്നൊക്കെ തന്നെ പറയാൻ പറ്റും. രുഗ്മ എന്ന് പറയുന്ന സിനിമയിലൊരു പാട്ടുണ്ട്, ഭാസ്കർ മാഷ് തന്നെ എഴുതിയതാണ്. അതിൻ്റെ വരികൾ ഞാൻ ഈ പാട്ടൊക്കെ ഭാസ്കർ മാഷിൻ്റെ പാട്ടുകളിലൂടെ ഒന്ന് കടന്നുപോയി നോക്കി. അതുകൊണ്ടാണ് ശരിക്കും ലേറ്റായി പോയത്. കാര്യം ചില പാട്ടുകളൊക്കെ വരുമ്പോൾ അതിലിരുന്ന് കേട്ട് നോക്കാൻ തോന്നിപ്പോണം. അത്രയും ഗംഭീര പാട്ടുകളാണ് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു പ്രസംഗത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടിൻ്റെ വരി പോകുന്നത് എങ്ങനെയാണ്: റിമംബർ റിമംബർ സെപ്റ്റംബർ, സുന്ദരിയാം സെപ്റ്റംബർ, സുരഭിലയാം സെപ്റ്റംബർ, പുഷ്പഹാര വിഭൂഷിതയാകിയ സ്വപ്നമനോഹരി സെപ്റ്റംബർ, റിമംബർ റിമംബർ സെപ്റ്റംബർ. അതെന്താ, ബാക്കി മാസങ്ങൾക്കൊന്നും ഭംഗിയില്ലേ, ബാക്കി മാസങ്ങളിലൊന്നും ഓർക്കാനൊന്നുമില്ലേ? നമ്മൾ ആ സിനിമ കൂടി കണ്ടു നോക്കണം, അതിൻ്റെ സാഹചര്യം കൂടി കണ്ടു നോക്കണം. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഈ പ്ലേസ്മെൻറ്റ് വരുന്നതെന്ന് ആലോചിക്കണം. ഇപ്പോൾ ഭാസ്കർ മാഷിൻ്റെയൊക്കെ പാട്ടുകൾ ഉണ്ടാകുന്നു, വയലാറിൻ്റെ പാട്ടുകൾ ഉണ്ടാകുന്ന ആ കാലഘട്ടം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമാ താരങ്ങളെക്കാൾ കൂടുതൽ സാഹിത്യകാരന്മാർ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത്. ഒരു പക്ഷേ പാട്ട് കേൾക്കുക എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷറി ആയിരുന്ന ഒരു കാലഘട്ടത്തെ കൂടിയാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. ആ സമയത്ത് ഇവരെഴുതുന്ന വരികൾ, അതിലെ കാവ്യഭംഗിയെക്കുറിച്ച് ഒരുപാട് ആഴത്തിൽ ചിന്തിക്കാനും അതുപോലെ അതിനെക്കുറിച്ച് വിലയിരുത്താനും ഒക്കെ ആളുകൾക്ക് കൂടുതൽ സമയമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിലെ കാവ്യാത്മകതയ്ക്ക് കൂടുതൽ പ്രസക്തി ഉണ്ടായിരുന്നു. ഇന്ന് വരുമ്പോൾ കാവ്യാത്മകത വേണ്ടെന്നൊന്നുമല്ല, പക്ഷേ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കപ്പെടുന്ന പാട്ടുകളാണത്. ഇതും പറഞ്ഞ് ടി.പി. ശാസ്ത്രമംഗലം നേരെ പോകുന്നത് അല്യാമ്പൽ കടവിലെന്ന അരയ്ക്ക് വെള്ളം, നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പ് വെള്ളം. ഈ അല്യാമ്പൽ കടവും കൊതുമ്പ് വെള്ളമൊക്കെ ഇന്ന് കേരളത്തിൽ എവിടെയുണ്ട് സാർ? പക്ഷേ ഇതിലെ കാവ്യഭംഗിയെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ താളത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരുപാട് പേര് ഈ പാട്ട് ഇന്നും ഇഷ്ടപ്പെടുന്നുണ്ട്. പുതിയ തലമുറയിലും ഇതിന് വലിയ ആരാധകരുണ്ട് എന്ന് പറഞ്ഞ് ഒരു സിനിമയ്ക്ക് വേണ്ടി സാഹചര്യത്തിനനുസരിച്ച് കഥാപാത്രങ്ങൾക്കനുസരിച്ച് വരികൾ എഴുതിയ ഒരു ഗാനരചയിതാവ് ഭാസ്കർ മാഷിൻ്റെ കുഴിമാടത്തിൽ പോയി 100 വട്ടം പ്രാർത്ഥിക്കണം എന്നൊക്കെ എഴുന്നള്ളിക്കുന്നത്, അത് ഭാസ്കർ മാഷ് കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം ചെയ്തു എന്ന് വരും. അത് പേനയ്ക്ക് പകരം വടിയെടുക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം അടുത്ത കാലത്ത് കണ്ട സിനിമ എന്ന് പറഞ്ഞ് മണിയറയിൽ അശോകനിലെ പാട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. മുഞ്ചത്തി പെണ്ണെ ഉണ്ണിമായെ തഞ്ചത്തിൽ ഒപ്പന പാടിവായോ, ഉണ്ണിമായ ഒപ്പന കളിച്ചാൽ കുഴപ്പമില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അവിടെ നിന്ന് തേനൂറും എൻ്റെ പ്രേമം നീയെ എന്ന് പറയുന്ന വരി കോട്ട് ചെയ്തിട്ട് പറയുന്നത്, കരിക്കും വെള്ളത്തിൻ്റെ അത്രയൊന്നും എത്തിയിട്ടില്ല, അതിൻ്റെ വാലയെ കെട്ടാൻ യോഗ്യത ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെയാണ്. ഈ മണിയറയിൽ അശോകൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, അയാളുടെ ഒരു നിലവാരമുണ്ട്, അയാൾ ചുറ്റും കാണുന്ന ലോകമുണ്ട്. അയാൾ ഈ കൊതുമ്പ് വെള്ളവും കരിക്കും വെള്ളവും ഒന്നും കണ്ടിട്ടില്ലാത്ത ആളാണ്. അയാൾ പാടുന്നൊരു പാട്ടിൽ നിങ്ങൾക്ക് കരിക്കും വെള്ളം വേണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. അയാൾ ഭാസ്കർ മാഷല്ല, ഭാസ്കർ മാഷിൻ്റെ പാട്ടുകൾ കേട്ട് വളർന്ന ആളായിരിക്കില്ല. അപ്പോൾ അയാളുടെ പ്രേമത്തിൽ ഇച്ചിരി തേനേ ഉണ്ടാവുള്ളൂ, കരിക്കും വെള്ളം വേണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. പാലിട്ട പഞ്ചസാര ചായ നീയെ എന്ന് പറയുന്നത് ഒരു വലിയ അപരാധമായിട്ട്, വലിയൊരു കാവ്യ ലോകത്തെ തീർക്കാൻ പറ്റാത്ത, മായ്ക്കാൻ പറ്റാത്ത ഒരു അപരാധമായിട്ടൊക്കെ പറയുന്നുണ്ട്. ഉപ്പിലിട്ട മാങ്ങ നീയെ, അവിടെയാണ് ഈ സങ്കല്പത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കിടക്കുന്നത്. ഉപ്പിലിട്ട മാങ്ങ നീയെ എന്ന് പറയുന്ന വരിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഈ കണ്ണിമാങ്ങ നോക്കൂ, ചുക്കി ചുളിഞ്ഞ് ഒരു 85 വയസ്സുള്ളൊരു വൃദ്ധയല്ലേ നമ്മുടെ മനസ്സിലേക്ക് വരിക, മുത്തശ്ശിയല്ലേ മനസ്സിലേക്ക് വരിക, യൗവനയുക്തയായ ഒരു സ്ത്രീയാണോ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതായത് ഈ പഴയ പാട്ടുകൾ എടുത്ത് നോക്കിയാൽ, ഞാൻ മൊത്തത്തിൽ അടച്ചാക്ഷേപിച്ച് കുറ്റം പറയുമൊന്നുമല്ല, പക്ഷേ ഈ യൗവനയുക്തയായ തളിർമേനി, പിന്നെ കുളിക്കാൻ പോകുമ്പോഴുള്ള സാധനങ്ങൾ, ഇതൊക്കെ വെച്ചുകൊണ്ട് ഈ 16-18 വയസ്സുള്ള പെൺകുട്ടികളെ അവരുടെ ശരീരത്തെ വർണ്ണിക്കുന്ന രീതിയിലൊക്കെ പാട്ടുകൾ മുമ്പുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വർണ്ണിക്കുന്നത് മാത്രമാണ് സൗന്ദര്യം എന്ന് വിചാരിക്കരുത്. അത് മാത്രം കൺസ്യൂം ചെയ്ത് ഈ മനസ്സ് വല്ലാണ്ട് ചെറുതായി പോയതുകൊണ്ട് തോന്നുന്ന ഒന്നാണത്. മാത്രമല്ല ഇത്രയൊക്കെ നമ്മൾ നിരൂപണമൊക്കെ ചെയ്തിട്ടും ഉപ്പിലിട്ട മാങ്ങ നീ എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഉപ്പിലിട്ട മാങ്ങയ്ക്ക് അതിൻ്റെ ഒരു രസമുണ്ട്, അതിനെ ഇഷ്ടപ്പെടുന്ന ആൾക്ക് അതിനോടുള്ളൊരു ആഗ്രഹമുണ്ട്. അവിടെ നിന്നുകൊണ്ടാണ് അത് വരുന്നത്, അല്ലാതെ ഉപ്പിലിട്ട മാങ്ങ പോലെയാണ് നീ കാണാൻ എന്നല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ചന്ദ്രനെ പോലെ തിളങ്ങുന്നു നിൻമുഖം എന്ന് പറയുമ്പോൾ ചന്ദ്രൻ ഒരുപാട് കുണ്ടും കുഴിയൊക്കെ ഉള്ളതാണ്, അങ്ങനെയാണ് നിങ്ങളുടെ മുഖം എന്ന് പറഞ്ഞ് പുച്ഛിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, അതിലൊരു ഭാവത്തിനാണ് നമ്മൾ എടുക്കുന്നത്. ഉപ്പിലിട്ട മാങ്ങ എന്ന് പറയുമ്പോൾ അതിലൊരു ഭാവത്തിനെ നമ്മൾ എടുക്കുന്നുള്ളൂ, അല്ലാതെ അപ്പം തന്നെ നേരെ തൊലിക്ക് കയറി പിടിക്കാൻ പാടില്ല. അങ്ങനെ ഉളുപ്പില്ലാത്ത പാട്ടെഴുത്തുകാർ ജീവിക്കുന്ന നാടാണിത്. ഉളുപ്പേ ആരാ പറയണേ? ഒരു ഉളുപ്പില്ലാതെ ഒരു സ്റ്റേജിൽ നിന്നിട്ടൊരു ഗാനരചയിതാവിനെ കുറിച്ച്, അയാളുടെ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ റാസ്കൾ എന്ന പദപ്രയോഗം നടത്തിയ ആൾക്ക് എന്ത് ഉളുപ്പാണുള്ളത്? തെങ്ങിൻ
മേലെ തേങ്ങ നീയെ, റോഡ് മേലെ ടാറ് നീയെ എന്നൊക്കെ പറഞ്ഞാൽ ടാറൊക്കെ അടർത്തി മാറ്റാൻ പറ്റില്ല. അതുപോലെ നീൻ്റെ ഉള്ളിൽ നിൽക്കുകയാണെന്ന് അയാൾക്ക് അങ്ങനെ പാടാൻ തോന്നി എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരും ഭാസ്കരൻ മാഷാവണമെന്നൊക്കെ വാശി പിടിച്ച് കഴിഞ്ഞാൽ വലിയ പാടാണ്. കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പിള്ളാച്ചൻ 90 കഴിഞ്ഞപ്പോൾ പെണ്ണ് കെട്ടാൻ പോയി എന്ന് ഭാസ്കരൻ മാഷ് എഴുതിയിട്ടുണ്ട്. എന്ത് വൃത്തിയായിട്ടാണ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? 90 വയസ്സ് കഴിഞ്ഞ ഒരാൾ അയാൾ എങ്ങനെ കല്യാണം കഴിക്കാൻ പോകും? ആ കല്യാണം ഇവിടെ സമ്മതിച്ചു കൊടുത്ത സിസ്റ്റം എന്താണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് തിരിഞ്ഞു നിന്ന് ചോദിക്കാം. അങ്ങനെയല്ലല്ലോ, അതൊരു കാലഘട്ടം. പിന്നെ ആ സിനിമയിൽ ആ പാട്ട് വരുന്ന ഒരു പ്ലേസ്മെൻറ്റ്, അതിൻ്റെ പ്രസക്തി ഒക്കെ ചേരുമ്പോഴാണ് ആ പാട്ടിനെ നമ്മൾ അംഗീകരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ കൂടി ചേർത്താണ് നമ്മൾ അംഗീകരിക്കുന്നത്. പിന്നെ ഈ പാട്ടിനിടയ്ക്ക് ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഈ അനുരാഗ കരിക്കൻ വെള്ളം എന്ന് പറയുന്നതിന് പകരം കൊക്കക്കോള എന്നും പെപ്സി ഒന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഈ കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പിള്ളേച്ചൻ ആ പാട്ടില്ലേ, അതിനകത്തൊരു വരിയുണ്ട്, കണ്ട നേരം 2 പേർക്കും ലവ് വന്നല്ലോ എന്ന് എഴുതിയത് ഭാസ്കരൻ മാഷാണ്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് സ്നേഹം എന്ന് എഴുതാൻ സാധിച്ചില്ല? അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാവുന്നില്ല, എന്തുകൊണ്ട് അദ്ദേഹം കാമം എന്ന് എഴുതിയില്ല? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മലയാള വാക്ക് ഉപയോഗിച്ചില്ല? അദ്ദേഹത്തിൻ്റെ ആ സമയത്ത് മലയാള നിഘണ്ടു കളഞ്ഞു പോയിരിക്കുകയായിരുന്നു. അങ്ങനെ ആരെങ്കിലും ചോദിക്കുമോ? ഇല്ല, അത് ആ സാഹചര്യത്തിന് വേണ്ടി എഴുതുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 4-5 പാട്ട് എടുത്തു വെച്ചിട്ട് ഇതായിരുന്നു അയാൾ എന്ന് പറയരുത്. ഭാസ്കർ മാഷ് മലയാള ചലച്ചിത്ര ഗാന ശാഖയിൽ കൊണ്ടുവന്നിട്ടുള്ള വിപ്ലവകരമായ മാറ്റങ്ങളെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. അദ്ദേഹം തുടങ്ങി വെച്ചതിനെ പല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. പല രീതിയിൽ, അത് ഇന്ന രീതിയിൽ തന്നെ വേണമെന്ന് ഭാസ്കർ മാഷ് പോലും വാശി പിടിക്കില്ല. അതുകൊണ്ടാണ് പുലയനാർ മണിയമ്മ എന്നെഴുതിയ അതേ പേന കൊണ്ട് കണ്ടം വെച്ചൊരു കോട്ടാണ് എന്ന് എഴുതാൻ ഭാസ്കരൻ മാഷിന് പറ്റിയത്. ഭാസ്കരൻ മാഷ് അന്തരിച്ചത് നന്നായി, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തതിനെ തലതല്ലിച്ചാവും എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ഭാസ്കരൻ മാഷിനെ ഇത്ര കൊച്ചാക്കി കാണല്ലേ, ഇങ്ങനെ അധപ്പതിച്ച ഒരു ചിന്താഗതിയുള്ള മനുഷ്യനായി കാണല്ലേ. അങ്ങേര് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതൊക്കെ വേറെ ലെവൽ സാധനങ്ങളാണ്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത തലത്തിലേക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് അദ്ദേഹം ചിലപ്പോൾ തലതല്ലി ചത്തുന്നു വരും. പക്ഷേ അതിനൊന്നും പുള്ളി മെനക്കെടില്ല. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് നിങ്ങൾ അവതാരിക എഴുതിയിട്ടുണ്ടാവും, പേഴ്സണലായിട്ട് വളരെയധികം ബന്ധം കാത്തു സൂക്ഷിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ടും പുതിയ പാട്ടുകൾ ഉണ്ടാകുമ്പോൾ അതത് തലമുറയിൽ ജീവിക്കുന്ന ആളുകളുടെ കാലം, ദേശം, ഭാഷ, ഇതിനെ 3നെയും അടിസ്ഥാനമാക്കി കഥാപാത്രങ്ങൾക്ക് വേണ്ടി ഉണ്ടാകുന്ന പാട്ടിൻ്റെ വരികളെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഈ സംസർഗം കൊണ്ട് എന്താണ് നിങ്ങൾ സ്വായത്തമാക്കിയത്? പിന്നെ അവിടുന്ന് നേരെ ഗുരുവായൂർ അമ്പലനടയിലേക്ക് പോവുകയാണ്. അത് കേട്ടപ്പോൾ എനിക്ക് ഈ സമീപകാലത്ത് ചില സിനിമകൾ ഇറങ്ങുമ്പോൾ, ചില പാട്ടുകൾ ഇറങ്ങുമ്പോൾ ചില പ്രത്യേക വിഭാഗം ആളുകൾ ചില കുത്തിത്തിരിപ്പുകൾ കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. അതിനോട് വളരെ പാരലായിട്ട് പോകുന്നത് പോലെ തോന്നി. അതിലെ കൃഷ്ണ കൃഷ്ണ എന്ന് പറയുന്ന പാട്ടിൽ നട തുറന്ന് മഞ്ഞമുണ്ട് മടക്കി കുത്തി പടക്കി നീ ഇറങ്ങി വായോ എന്നുള്ള രീതിയിലൊരു വരി വരുന്നുണ്ട്. അങ്ങനെ മടക്കി കുത്തി പടക്കി വരാൻ ഗുരുവായൂരപ്പൻ എന്താണ് റൗഡിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിത് ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞു, പക്ഷേ ആരും ഇത് ചോദ്യം ചെയ്യുന്നില്ല എന്നൊക്കെ അദ്ദേഹം വ്യസനിക്കുന്നുണ്ട്. ആർക്കും ഇത് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. അവിടെ ഒരു സങ്കല്പമുണ്ട്. അവിടെ ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചിട്ടൊരു വിവാഹം നടക്കുകയാണ്. നിങ്ങൾ അർജുനെയൊക്കെ അന്ന് സഹായിച്ച പോലെ എന്നെ ഒന്ന് രക്ഷിക്കുക എന്ന് പറയുന്ന 2 സൈഡിൽ നിന്നും പണി വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു നായകനാണ്. അവൻ്റെ ആ സമയത്തെ മാനസികാവസ്ഥയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ടാണ് അവിടെ ആവശ്യം. എൻ്റെ പൊന്നു ഗുരുവായൂരപ്പ, നിങ്ങൾ ആ മുണ്ടൊക്കെ മുടക്കി കുത്തി ഇറങ്ങി വാ എന്ന് പറയുന്ന, അതായത് ഈ കാലം എന്ന് പറയുന്നൊരു കാര്യമുണ്ടേ. അയ്യോ എൻ്റെ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് നിൽക്കുന്നിടത്ത് നിന്ന് ഗുരുവായൂരപ്പ ഒന്ന് കാര്യമൊക്കെ റെഡിയാക്കി തന്നെ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നായകന്മാർ വരെ മാറി, ജനങ്ങൾ മാറി. അപ്പോൾ വരിയിൽ മാറ്റം വരും. അല്ലാതെ അവിടെ പോയെന്ന് മഴമുകിലൊളി വർണ്ണൻ ഗോപാലകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞ് കഥാപ്രസംഗം നടത്തിക്കഴിഞ്ഞാൽ ഗുരുവായൂരപ്പന് പോലും സമയമില്ല. അവിടുത്തെ തിരക്കെന്താണെന്നറിയോ? പിന്നെ മധുരയിൽ പിറന്നവനെ എന്ന് പറയുമ്പോൾ അതൊക്കെ അറിയാലോ അല്ലേ എന്നൊക്കെ പുച്ഛിക്കുന്നുണ്ട്. ഒക്കെ ഭയങ്കര ചീപ്പായിട്ടുള്ളൊരു വല്ലാത്ത പ്രഹസനമായിട്ട് എനിക്ക് തോന്നി. വെണ്ണ കെട്ട് കുടിച്ചവനെ എന്ന് ചോദിക്കുമ്പോൾ വെണ്ണ എങ്ങനെയാണ് കുടിക്കുക, അത് കഴിക്കുകയല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. നമുക്ക് ഭാസ്കരൻ മാഷ് എഴുതിയ മറ്റൊരു പാട്ടിലേക്ക് പോകാം. എൻ്റെ മകൻ കൃഷ്ണനുണ്ണി കൃഷ്ണനാട്ടത്തിന് പോകണം, കൃഷ്ണനാട്ടത്തിന് പോയാൽ പോരാ കണ്ണനായി തീരണം എന്നാണ് ആ വരികൾ. അതിന് വേണമെങ്കിൽ ഈ പറയുന്നൊരു സെൻസ് വെച്ചുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ കൃഷ്ണനാട്ടത്തിന് പോണവന്മാരെയൊക്കെ കണ്ണനാക്കി മാറ്റാൻ അവിടെ എന്താ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ വെച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാമല്ലോ. എന്താ അങ്ങനെ ആരും ചോദിക്കാത്തത്? അതിനൊരു മറ്റൊരു തലമുണ്ട്. ആ ഒരു രീതിയിൽ നിന്നുകൊണ്ട് അതിനെ ആലോചിക്കാനും മനസ്സിലാക്കാനും നമ്മൾ ശ്രമിക്കണം. പിന്നെയാണ് ഈ പ്രസംഗത്തിലെ ഏറ്റവും മാസ്റ്റർ പീസ് ഐറ്റം വരുന്നത്. കംസനെ കുറിച്ച് പറയുന്ന സമയത്ത് മാമനെ വധിച്ചവനെ എന്ന് പറയുന്നുണ്ട്. കംസവധം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ റാസ്കൾ എന്ന് പറയുന്നുണ്ട്. മാമനെ വധിച്ചവനെ കംസവധം നമ്മളൊക്കെ കംസവധം എന്ന് പഠിച്ചിട്ടുണ്ട്. ഈ റാസ്കൽ മാമൻ, തിരുവനന്തപുരത്തുകാർ മാത്രമേ മാമൻ എന്ന് പറയൂ. അച്ഛൻ്റെ സഹോദരിയുടെ ഭർത്താവിനെയും അമ്മയുടെ സഹോദരനെയും മാമൻ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുകാർ മാത്രമാണ്. കംസൻ കൃഷ്ണൻ്റെ മാമനാണ്. അപ്പോൾ ഗുരുവായൂരപ്പൻ ഗുരുവായൂരിൽ നിന്ന് നേരെ ഇഞ്ഞ് സിറാജ് പഞ്ഞാറമൂടിൻ്റെ സ്ഥലത്ത് വന്ന് താമസമാക്കി എന്ന് തോന്നും ഈ പാട്ട് കേൾക്കും. ഒന്നെങ്കിൽ അദ്ദേഹം ഈ വരി എഴുതിയ ആളെ റാസ്കൽ എന്ന് വിളിച്ചു, അതല്ലെങ്കിൽ കൃഷ്ണനെ റാസ്കൽ എന്ന് വിളിച്ചു, അല്ലെങ്കിൽ കംസനെ റാസ്കൽ എന്ന് വിളിച്ചു. അല്ലാതെ വേറൊരാൾ ഇവിടെ റാസ്കൽ എന്ന് വിളിക്കാനില്ല. ഭാസ്കർ മാഷ് ഈ സെനാരിയോയിൽ ഇല്ല. അപ്പോൾ കൃഷ്ണനെ ആണെങ്കിലും കംസനെ ആണെങ്കിലും ഹിന്ദു സമൂഹത്തിനോട് ഒന്ന് മാപ്പ് പറഞ്ഞാൽ നന്നായിരിക്കും. അതല്ല നിങ്ങൾ ഈ പാട്ട് എഴുതിയ ആളെയാണ് റാസ്കൽ എന്ന് വിളിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ മാപ്പ് പറയണം. എനിവേ, തിരുവനന്തപുരം സൈഡിലേക്ക് മാത്രമാണ് ഈ മാമൻ എന്ന് പറയുന്നൊരു പ്രയോഗമുള്ളൂ എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്.
എന്തൊരു സെൻസ്ലെസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. കംസൻ കൃഷ്ണൻ്റെ മാമനാണ് എന്നൊക്കെ പറയുന്നത് എന്തോ വലിയൊരു കുറവായിട്ടൊക്കെയാണ് പറയുന്നത്. സുരാജ് വെഞ്ഞാറമൂടിൻ്റെ നാട്ടിലാണെന്ന് തോന്നിപ്പോൾ എന്താ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ നാട്ടിൽ കൃഷ്ണനും കംസനും വരാൻ പാടില്ലേ? നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ഈ ബോധമുണ്ടല്ലോ, എല്ലാം ഭയങ്കര പുനിതമായ എന്തോ ഒന്നാണ്, അതൊക്കെ നമ്മുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ, ഈ പുതിയ ജനറേഷൻ്റെ കയ്യിൽ അതില്ല, അല്ലെങ്കിൽ ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് അതില്ല, അല്ലെങ്കിൽ ഇന്ന പ്രദേശത്തുള്ള ആളുകൾക്ക് ഇത് പറഞ്ഞിട്ടില്ല, ഇങ്ങനെ അല്ലാത്ത രീതിയിൽ മലയാള ഭാഷ സംസാരിക്കുന്നവർക്കൊരു വാല്യൂ ഇല്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് ചിന്തകളുടെ ഒരു പുകച്ചിൽ നിന്നുണ്ടായിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഈ പുതിയ പാട്ടുകളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ആ പ്രസംഗത്തിലുണ്ടായിരുന്നത്. പുതിയ പാട്ടുകൾ വിമർശനാതീതമാണ് എന്നൊന്നുമല്ല ഞാൻ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ പാട്ടുകളെ വിമർശിക്കുമ്പോൾ അതിനൊരു ലക്ഷ്യം വേണം, അല്ലെങ്കിൽ ഒരു സമഗ്രമായൊരു സ്വഭാവം കുറച്ചെങ്കിലും അതിൽ വേണം. ഇവിടെ മലയാളത്തിലെ പുതിയ പാട്ടുകളെക്കുറിച്ചൊരു സമഗ്രമായ സംസാരമൊന്നും അല്ല ഉണ്ടായിട്ടുള്ളത്. ഈ കൃഷ്ണ കൃഷ്ണ എന്ന് പറയുന്ന ട്രാക്ക് കേട്ടിട്ട് ഇങ്ങനെ പാടിയാൽ കൃഷ്ണൻ സങ്കടം തീർക്കില്ല, കുറച്ചും കൂടി സങ്കടം ആവുമായിരിക്കും ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട്. പാട്ടിന് സിനിമയിൽ ഒരു പർപ്പസ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കവിത കവിതയായിട്ട് നിൽക്കട്ടെ, കവിതയായി തന്നെ സിനിമയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. സിനിമാ പാട്ടിനെയും അങ്ങനെ വേണം നമുക്ക് വാശി പിടിക്കാൻ പറ്റുമോ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു കൊട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മേനി നിറയെ കരയല്ലേ കൽക്കണ്ട കനിയെ കൽബിന്നൊളിയല്ലേ എന്ന് പറയുന്ന ഭാസ്കരൻ മാഷിൻ്റെ വരി കാണുമ്പോൾ ഉള്ളൂറിൻ്റെയും വള്ളത്തോളിൻ്റെയും ആരാധകർ പറഞ്ഞിട്ടുണ്ടാവില്ലേ എന്ത് മ്ലേച്ഛമായിട്ടാണ് ഇദ്ദേഹം കവിത എഴുതിക്കൊണ്ടിരിക്കുന്നതെന്ന്. വണ്ടി വണ്ടി നിന്നെപ്പോലെ വയറിലെനിക്കും തീയാണ്, തെണ്ടി നടന്നാൽ രണ്ടുപേർക്കും കയ്യിൽ വരുന്നത് കായാണ്. ഇതിലെവിടെയാണ് മലയാള ഭാഷയോടുള്ള ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ ഞങ്ങൾ മലയാള ഭാഷയ്ക്ക് സംഭാവന ചെയ്ത വാക്കുകളൊക്കെ എവിടെ എന്നൊക്കെ കുറേ ആളുകൾക്കിരുന്ന് പറയാമായിരുന്നല്ലോ. അവരുടെയൊക്കെ മുഖത്ത് നോക്കിയിട്ട് ഇതാണ് ഞങ്ങളുടെ ഭാഷ എന്ന് ഭാസ്കര മാഷിനെ പോലെയുള്ള ആളുകൾ തെളിയിച്ചു കൊടുത്തതാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന പാട്ടുകൾ. ഈ പാട്ടുകളുടെയൊക്കെ മഹത്വം ഇരിക്കുന്നത് അങ്ങനെ കുറേ കാര്യങ്ങളിലും കൂടി ചേരുമ്പോഴാണ്. ആട്ടെ പോട്ടെ ഇരിക്കട്ടെ ലൈലേ നിന്നെ കാത്തു കാത്ത് വലഞ്ഞല്ലോ മയിലേ എന്നെഴുതിയതും ഭാസ്കര മാഷാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഭാസ്കര മാഷിനെയാണ് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നത്? അദ്ദേഹം ഒരുക്കി തന്ന ആ ഗാനശാഖയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ ഏതൊക്കെ രീതിയിൽ കൊണ്ടുപോകുന്നു എന്നുള്ളതും സിനിമയ്ക്ക് അതെങ്ങനെയാണ് ഭൂഷണമായി വരികയെന്നും അതിൻ്റെ ഒരു ഭാവി എങ്ങനെയായിരിക്കുമെന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. അതിനു വേണ്ടിയിട്ട് ക്രിയാത്മകമായ വിമർശനങ്ങളെ മുന്നിലേക്ക് എടുത്തു വെക്കുക എന്നുള്ളതാണ് ഒരു നിരൂപകൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം നിറഞ്ഞിട്ടുള്ള കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർത്തും നിരുത്തരവാദപരമായിട്ടുള്ള ഒരുപക്ഷെ ഭാസ്കരൻ മാഷിനെ പോലും അപമാനിക്കാൻ വകയുണ്ടാക്കുന്ന രീതിയിൽ നടത്തിയ ഒരു പ്രസംഗമായിപ്പോയി അത്. എന്നെ സംബന്ധിച്ച് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറഞ്ഞത്, വളരെ വളരെ മോശമായിപ്പോയി പരാമർശങ്ങൾ എന്നുള്ളതാണ്. ആൻഡ് അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. നിങ്ങളും ആ ഇൻ്റർവ്യൂ ആ പ്രസംഗം കണ്ടു നോക്കൂ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്നിട്ട് നിങ്ങളുടെ സ്വന്തം അഭിപ്രായം ഉണ്ടാക്കൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഉപകാരം ഉണ്ടല്ലേ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പോയിൻ്റ് ഉണ്ടെന്ന് തോന്നിയാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.